ഇന്ന് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ്. എന്തൊക്കെ പരിപാടികൾ? ലാത്തിയടിയും തെറിവാതിരയും മാറ്റി കുമ്മിയടിയും തിരുവാതിരയും ആക്കിയിട്ടുണ്ട് സാർ. തിരുവാതിരയിലാണ് തുടങ്ങിയതെങ്കിൽ അതിപ്പോ വന്ന് നിൽക്കുന്നത് സംഘകാരത്തിലാണെങ്കിൽ അടുത്തതൊരു ചവിട്ട് നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കലാരൂപമായിട്ട് മാറ്റി കേന്ദ്ര സർക്കാരിൽ ആരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെ. അത് വലിയ അക്ഷന്തവ്യമായ അപരാധമായി നിങ്ങൾ പറയുന്നുണ്ടോ? അതൊക്കെ സർക്കാരിന്റെ കാര്യമാണെന്നേ. നമ്മുടെ നാട്ടിലെ കുറേയധികം കലാരൂപങ്ങളെ അദ്ദേഹം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മനുഷ്യനായാലേ ഉള്ളിൽ അല്പം കല വേണം. ആദ്യം അത് തിരുവാതിരയായിരുന്നുവെങ്കിൽ ഇപ്പോ ഒരു സംഘഗാനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള പാട്ട് വരാതിരുന്നാ മതി. ചവിട്ട് നാടകമൊക്കെ ചവിട്ട് നാടകത്തിൽ വരാം. അങ്ങനെയുള്ള നിരവധി കലാരൂപങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ പ്രത്യേകിച്ച് അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളുണ്ട്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ശൈലികൾ ചമച്ച് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ചിട്ടവട്ടങ്ങളുമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുകുട്ടിന് കേട്ടപ്പോ സന്തോഷം തോന്നുന്നില്ലേ? നമുക്കറിയാം CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യക്തിപൂജയ്ക്ക് സ്ഥാനമില്ല എന്ന് അവര് പണ്ട് മുതൽ തന്നെ പറയുന്നതാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പണ്ടുള്ള നാടുവാഴി തമ്പുരാന്മാരടക്കം എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ നിലയ്ക്ക് പെരുമാറുന്ന ഒരു രീതിയിലത്തേക്ക് അദ്ദേഹം ഇന്നത്തെ ജനാധിപത്യ ക്രമത്തിനെ കൊണ്ടുപോയി എത്തിച്ചു എന്നതാണ് കാണേണ്ടത്. സുന്ദരം വക്കീൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് പറയാ. ജനാധിപത്യ ക്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെ എന്നോ മൺമറഞ്ഞു പോയ കാര്യമാണ്. ഇനി അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാരണഭൂതൻ 1 തിരുവാതിരയും കാരണഭൂതൻ 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന കാവലാളും ഒക്കെ തന്നെ ഇവിടെ വരുന്നത്. ഇതിനിടയ്ക്ക് വേറെയും ചില കാര്യങ്ങൾ വന്നു പോയിരുന്നു. ഈ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്ന സമയത്ത് മറ്റുള്ളവരെ കരിച്ചു കളയുന്ന സൂര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വന്നിരുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പറയുന്നത് പോലെ ഞാനിത് കേട്ടിട്ടില്ല, ഇത് എഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് മറ്റാരെയും പ്രകീർത്തിക്കുന്നു എന്ന് തോന്നിക്കാതെ പിണറായി വിജയൻ എന്നുള്ള പേര് ആവർത്തിക്കുന്നത് നല്ലതാണ്. കാരണം അതിൽ പറയുന്ന പല അപദാനങ്ങളും അദ്ദേഹത്തെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്നുള്ള പേര് പോലും അതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന അതൃപ്തി, അവിടുത്തെ ഔചിത്യബോധം തീരെയില്ലാതെ അതേ സമയത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പരസ്യമായിട്ടൊരു വേദിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആളിന് അമ്മാതിരി വാഴ്ത്തുപാട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നാഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ട്. അത് അനവസരത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അതിൽ വന്നിരിക്കുന്ന ഒരു വരിയാണ്: പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയവൻ. ഏത് ജന്മിവാഴ്ചയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ലാതെയാക്കിയത്? നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണേ. തരികിടയാണല്ലേ. രേഖപ്പെടുത്തപ്പെട്ട കേരള ചരിത്രത്തിൽ ആ രീതിയിലത്തേക്കുള്ള ജന്മിവാഴ്ചയ്ക്ക് ഇല്ലാതെയാക്കിയ നേതാവ് പിണറായി വിജയനാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ ട്രേഡ് സീക്രട്ടാ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നടന്നിരുന്ന പല സമരങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ പോലും ഇവിടുത്തെ പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. കവി ചിത്രസേനൻ ഇവിടെ പറയുന്നത് ഒരു കോഴി മുട്ടയിടുന്ന രീതിയിലാണ് താൻ കവിത എഴുതുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കോഴി മുട്ട ഇടുന്ന ലാഘവത്തോടു കൂടി അദ്ദേഹം അത് ഇടുകയും ഒരു ബുൾസൈ കഴിക്കുന്ന ലാഘവത്തോടു കൂടി ആൾക്കാർ അത് പാടുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിത് കേൾക്കുന്ന സമയത്ത് ഒരു ചീമുട്ട കഴിച്ച പോലത്തെ ഒരു ഫീലാണ് വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രൈസ് ചെയ്യണമെങ്കിൽ പ്രൈസ് ചെയ്തോളൂ, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രൈസ് ചെയ്തോളൂ. മറ്റുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. അങ്ങനെ ഒരു പൊതു ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ്? കുറെ എണ്ണുണ്ട്, ഒരു വിവരമില്ല. ഇത് കാരണഭൂതൻ തിരുവാതിര വന്നപ്പോ അതിനെ വിമർശിച്ചിരുന്ന, അത് പാർട്ടിക്ക് നാണക്കേടാക്കി എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച ആൾക്കാർ പോലും ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണഭൂതൻ 2 എന്ന് വിളിക്കാവുന്ന മറ്റൊരു പാട്ട് വരുന്നു. ഇനി ഇതിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ ഒരു കാരണഭൂതൻ 3 ഉണ്ടായേക്കാം. തിരുവാതിരയിലാണ് തുടങ്ങിയതെങ്കിൽ അതിപ്പോ വന്ന് നിൽക്കുന്നത് സംഘകാരത്തിലാണെങ്കിൽ അടുത്തതൊരു ചവിട്ട് നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കലാരൂപമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ കലാരൂപത്തിന് കൂടി ഒരു മാർക്കറ്റിംഗ് ആയി മാറും. നിങ്ങൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മറുപക്ഷത്ത് സഖാവ് പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം മറ്റുള്ളവർക്കുണ്ട് എന്ന സ്വാതന്ത്ര്യം
നൽകുക എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം മാധ്യമ വിചാരണകൾ എന്നുള്ളതാണ് എന്റെ പക്ഷം. അത് ശരി. കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയധികം മാധ്യമ വിചാരണ നേരിട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. സ്റ്റേജില് പിന്നെ ഏങ്കേഴ്സിനോട് ചൂടായ തട്ടിക്കേറിയ പിണറായി വിജയൻ ഇന്ന് അവിടെ ആസ്വദിച്ചിരിക്കുന്നതാണല്ലോ. എന്തുകൊണ്ടാ? അങ്ങനല്ലാതെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം സുഖിപ്പിക്കൽ കേട്ട് വളർത്തുന്ന രാഷ്ട്രീയ നേതാവല്ല അനിൽ നമ്പ്യാർ. ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ഞാൻ ഒരു വിരൽ നിങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ എന്റെ 3 വിരലുകൾ എനിക്ക് നേരെ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം. അതെനിക്ക് അറിഞ്ഞൂടാ. ഇത്തരം കവിതകളും പ്രകീർത്തനങ്ങളും കേട്ടാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കുലുങ്ങില്ലെന്നേ. പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ പി ജയരാജനെ ചെങ്കനൽ എന്ന് വിശേഷിച്ചപ്പോ കുലുങ്ങിയല്ലോ. സംസ്ഥാന സമിതി യോഗം ഇളകിയല്ലോ. CPM നടത്തുന്ന പരിപാടിയല്ല. ഇത് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടാണോ? അത് ആർക്കു വേണമെങ്കിലും വെറുതെ കിടന്ന് ഉരുളാദാശനെ. അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളോട് അയാൾ പറയണമായിരുന്നു ഇതൊന്നും വേണ്ട അവിടെയെന്ന്. അല്ല, ഞാനതിങ്ങനെ പറയും. എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഇത്തരത്തിലൊരു കവിത അവിടെ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകാൻ പാടില്ലായിരുന്നു നേതാക്കന്മാർ. രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടുത്ത് പോളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ ആ പരിമിതിയാണ് ആ നേതാക്കന്മാർ ഇത്തരം തരത്തിൽ ഒരു ഗാനം ആ യോഗത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അസ്കറിനുള്ള ബോധ്യം പോലും പിണറായിക്ക് ഇല്ലാതെ പോയല്ലോ. വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. സഖാവ് പിണറായി വിജയൻ അത് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ വിമർശിക്കുന്നു. പിണറായി വിജയനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പാനലിലിരിക്കുന്ന ഞാൻ ഒഴികെയുള്ള മുഴുവൻ ആളുകളും സഖാവ് പിണറായി വിജയനെ വിമർശിക്കാനാണ് നാവ് വളയ്ക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കുണ്ട്. സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല? നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പിണറായിക്കുണ്ടല്ലോ. യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു സംഘാനമൊക്കെ അദ്ദേഹം വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഘാനം ഉണ്ടാവുന്നു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പിണറായിക്ക് ഇതിനെക്കുറിച്ച് അറിയാം സാർ. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിലെന്താ കുഴപ്പമെന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ, ബുദ്ധിജീവിയാണല്ലേ അദ്ദേഹം. അങ്ങനെ വ്യക്തിപൂജയോ അത്തരത്തിലുള്ള പ്രവൃത്തികളോ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. എന്തിനാ അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അസ്കർ ചോദ്യം. ഒരു വഴങ്ങലില്ലെന്നേ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അതിന്റെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായിയെ ധിക്കരിച്ച ആ നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കണ്ടേ? മാത്രമല്ല, ചിത്രസേന കവിയുടെ പശ്ചാത്തലം അറിയോ താങ്കൾക്ക്? അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ സ്പെഷ്യൽ മെസ്സഞ്ചർ ജോലിയുള്ളതാണല്ല. ഒരു വർഷം മുമ്പ് സ്പെഷ്യൽ മെസ്സഞ്ചർ ജോലി കിട്ടിയല്ലോ. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുക്കുന്നതിന്റെ തലേന്ന് തന്നെ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. ആ ഒരു അന്തർധാര എന്താ? ഒരു അന്തർധാരയുടെ സ്വാഭാവികമാണോ അത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. 56 വയസ്സുള്ള ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ബുദ്ധിയും ആരോഗ്യവും മനോനിലയുമുള്ള ആളുകളായി പ്രവർത്തനം. അതുകൊണ്ടായിരിക്കും അവരെ പിണറായിലൂടെ വലിച്ചു കയറ്റിയതല്ലേ? നിങ്ങൾ അതിര് കിടക്കുന്നു. കേന്ദ്ര സർക്കാരിൽ ആരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെ? അത് വലിയ അക്ഷന്തവ്യമായ അപരാധമായി നിങ്ങൾ പറയുന്നുണ്ടോ? അതൊക്കെ സർക്കാരിന്റെ കാര്യമാണെന്നേ. കുഞ്ഞിക്കുട്ടൻ ഞങ്ങളോട് ഇത്രയും സത്യം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളും കുഞ്ഞിക്കുട്ടനോട് സത്യം പറയണമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചിത്രസേനൻ കവിയെ ആസ്ഥാന കവിയായിട്ട് അങ്ങ് നിയമിക്കും. അങ്ങനെയൊന്നും പറ്റൂല പാപ്പ, പറ്റൂലേ? നിങ്ങൾ ഈ ഒരാളെ വാഴ്ത്താൻ പറ്റും, ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഏത് ഈ കവിത വാങ്ങി കവിത എഴുതുന്നതാരോ നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ന്യായീകരിക്കരുത്. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ അയാളെ വിമർശിക്കാനാണെന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യല്ല. 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോ എന്താണ് അദ്ദേഹം കേരളത്തിലേക്ക് സംഭാവന? എന്താണ്? കോൺക്രീറ്റ് കെട്ടുകളുടെ വിരോധിക്കാരങ്ങൾ ഉണ്ടാക്കിയതോ? എന്താണ് അയാൾ ചെയ്തത്? ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചതോ? ഇനി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ വരണം. വന്നിട്ട് എന്ത് വേണം? കഴിയില്ലാന്ന് വീട്ടിൽ ഓടണം അയാൾ. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ആളുകള് പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നതുകൊണ്ട് അവര് ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ്. ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാന്യനുമല്ല. മറിച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആദരവുണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതുമല്ല. അത് നിർമ്മിക്കുന്നതിന് പകരം വരുമ്പോൾ തന്നെ കാലം വരുന്നുണ്ടെന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാധനയോ? അവരൊന്നും ഒരിക്കൽ മാർക്സിസ്റ്റ് അല്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മകൻ ചെറ്റേടാ. ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്.